റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് റിയാദ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കായിരിക്കും കേസ് പരിഗണിക്കുക. അഭിന തന്നെയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അഭിന, ഇതിനു മുൻപ് ഏതാണ്ട് 8ഓളം തവണ അല്ലെങ്കിൽ 8-ലധികം തവണ റിയാദ് കോടതി ഈ കേസ് പരിഗണിക്കുകയും കേസ് മാറ്റിവെക്കുകയുമാണ് ചെയ്തിരുന്നത്. കേസിൽ കൂടുതൽ വിശദാംശങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അവസാനമായി കേസ് പരിഗണിച്ചപ്പോൾ, അതായത് 8ാം തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത് കേസിന്റെ വിശദാംശങ്ങൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക്, റിയാദ് കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് എത്തിയിരിക്കുകയാണ്. കേരളം മുഴുവൻ ഒന്നാകെ പ്രവർത്തിച്ചുകൊണ്ട് വലിയൊരു തുക തന്നെ ഈ റഹീമിന്റെ മോചനത്തിനായി നേടിയെടുത്തിരുന്നു. അതിനെല്ലാം ശേഷം ഇപ്പോഴും ഈ മോചനം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ വിശദാംശങ്ങൾ എന്തെല്ലാമായിരിക്കും? തീർച്ചയായും കുടുംബവും അതുപോലെ തന്നെ സമീപവാസികളാവട്ടെ, നാട്ടുകാരാവട്ടെ, ഈ ലോകത്തുള്ള എല്ലാവരും റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. നമുക്കറിയാം 10ാമത്തെ തവണയാണ് ഈ ഒരു കേസ് ഇത്തരത്തിൽ മാറ്റിവെക്കുന്നത്. കഴിഞ്ഞ തവണയും ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു നേരത്തെയും ഈ കോടതി കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ 10ാമത്തെ തവണയാണ് ഈ കേസ് മാറ്റിവെക്കുന്നത്. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഇനി നിരാശപ്പെടുന്നില്ല. തങ്ങൾക്കിത് നിരാശപ്പെടേണ്ട സമയമല്ല, നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മാറ്റിവെക്കലുകൾ എന്ന് തന്നെയാണ് കുടുംബം പ്രധാനമായും പറയുന്നത്. നമുക്കറിയാം, ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം മാതാവ് നിരവധി തവണ ക്യാമറയ്ക്ക് മുൻപിൽ കരഞ്ഞ കണ്ണുകളോടെ നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ മാതാവിനെ സംബന്ധിച്ചിടത്തോളം മാതാവ് പറയുന്നതും അത് തന്നെയാണ്. തൻ്റെ മകനെ തനിക്ക് തിരിച്ചു കിട്ടും, താൻ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. അതിന് ലോകമെമ്പാടും ഈ കേരളക്കരാവട്ടെ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളാവട്ടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നൊരു സമയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകനെ ഇനി തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ആ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് യാതൊരു നിരാശയും ഇപ്പോൾ ഇല്ല. ഏതൊരു തവണ കേസ് മാറ്റിവെക്കുമ്പോഴും കുടുംബം പറയുന്നത് തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ അനുജനെ തനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കുടുംബത്തിനുണ്ട്. അതും ഒരു നിരാശയും ഇല്ലാതെ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് വിധി വരുമ്പോൾ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ ഏറെ പ്രതീക്ഷയുണ്ട്. കാരണം ഇത് 10ാമത്തെ തവണയാണ്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇനിയും പഠിക്കാനുണ്ട്, കേസിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നേരത്തെയും കോടതി ഇത്തവണ ഇത്തരത്തിൽ ഈ ഒരു കേസ് മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ഇത്തവണ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ റഹീമിന് ഈ ഒരു കേസിൽ മോചനം ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ കുടുംബത്തിനുമുള്ളത്. അതുല്യ.